കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ ഹൈറിച്ച് തട്ടിപ്പിന് പിന്നാലെ തൃശൂരിൽ നിന്നും വീണ്ടും ഒരു കമ്പനി കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈറിച്ച് പൂട്ടിയതിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് കമ്പനിയെ കുറിച്ചുള്ള ആദ്യ പരാതി ഉയരുന്നത് എന്നതും കൗതുകകരമാണ്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. 2020 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം ട്രേഡിംഗിലൂടെ അമിതമായ പലിശ അഥവാ ലാഭം നൽകാം എന്നായിരുന്നു നിക്ഷേപകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിസ്സാര തുകകൾ മുതൽ 2 കോടിയോളം രൂപ വരെ നിക്ഷേപം നടത്തിയവർ ഉണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമന പ്രകാരം കേരളത്തിൽ നിന്നും 100 കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന മുറക്ക് കൂടുതൽ പരാതികൾ ലഭിക്കുന്ന മുറക്ക് ഈ തുക പല മടങ്ങാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിരവധി പരാതികളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 32 പേരാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാത്രം സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാപന ഉടമ വിപിനും കൂട്ടാളികളും കടപൂട്ടി ഒളിവിൽ പോയിട്ടുണ്ട്. പ്രതാപൻ സാർ ഒളിവിൽ പോയതല്ല, മാറി നിന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഹൈറിച്ച് ഫാൻസ് മാധ്യമങ്ങളെയൊക്കെ തെറി പറഞ്ഞതുപോലെ ബില്യൺ ബീസ് ഫാൻസുകാർ ചിലപ്പോൾ വിപിൻ സാർ ഒളിവിൽ പോയതല്ല, ഒരു ട്രിപ്പിന് പോയതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതെന്തായാലും നടക്കട്ടെ. ഹൈറിച്ചൊക്കെ പോലെ തന്നെ നിക്ഷേപത്തിന് ഉയർന്ന ലാഭം അഥവാ പലിശ ഒക്കെ വാഗ്ദാനം ചെയ്താണ് ബില്യൺ ബീസും നിക്ഷേപകരെ ആകർഷിച്ചത്. വാഗ്ദാനത്തിൽ വീണ നിരവധി പേർ നിക്ഷേപം നടത്തി. ഇവർക്ക് ആദ്യത്തെ ഒരു 5-6 മാസത്തോളം ഈ സ്ഥാപനം നൽകാമെന്ന് പറഞ്ഞ പലിശ നൽകിയിരുന്നു. പലിശ ലഭിച്ചവർ വീണ്ടും ഇതേ സ്ഥാപനത്തിൽ തന്നെ നിക്ഷേപം നടത്തി എന്നതാണ് കോമഡി. ഇരട്ടി ലാഭം വീണ്ടും നിക്ഷേപിച്ചാൽ പലമടങ്ങ് ലാഭം വരും എന്നൊക്കെയാണ് പറഞ്ഞു പറ്റിച്ചത്. അങ്ങനെയാണ് 2 കോടിയോളം രൂപ വരെ ഉയർന്ന തുകകൾ പലരും നിക്ഷേപിച്ചത്. എന്നാൽ പിന്നീട് ഇത് മുടങ്ങുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ച തട്ടിപ്പ് പിന്നീട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പല പ്രദേശങ്ങളിലും ഹൈറിച്ച് മോഡലിൽ കൂട്ടത്തോടെയൊക്കെ ആളുകളെ ചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന് പുറത്തുള്ള പ്രധാന നഗരങ്ങളിലും ദുബായ് ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഈ സ്ഥാപനത്തിന് ശാഖകളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ദുബായിലും നിരവധി പ്രവാസികൾ ഈ ബില്യൺ ബീസിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഹൈറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് 3141 കോടി രൂപയിലധികം പിരിച്ചെടുത്തതായാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ബില്യൺ ബീസിൽ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര കോടിയുടെ തട്ടിപ്പാണ് പുറത്തു വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തൃശൂർ ആസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് കമ്പനി നിയമത്തിലെ പഴുതുകളും ഒപ്പം തന്നെ ആളുകളുടെ ഒരു അത്യാഗ്രഹത്തെയൊക്കെ മുതലെടുത്താണ് ശതകോടികളുടെ ഈ തട്ടിപ്പ് നടത്തിയത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി, അഡ്വാൻസ്ഡ് പർച്ചേസ് കൂപ്പണുകൾ, ലാഭവിഹിതം, ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റ്, ഹൈറിച്ച് കോയിൻ, HROTT ഒക്കെയാണ് അവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ബില്യൺ ബീസിൽ അത് ട്രേഡിംഗ് വഴിയുള്ള പലിശ, ലാഭം തുടങ്ങിയ പരിപാടികളായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലാഭവിഹിതം എന്ന പേരിൽ നൽകിയിരുന്നത് എവിടെ നിന്നുള്ള കാശാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. രണ്ടാമത് ചേരുന്നവന്റെ കാശെടുത്ത് ആദ്യം ചേർന്നവൻ നൽകുന്ന ക്ലാസിക് മണി ചെയിൻ പരിപാടിയാണെന്ന് ഇച്ചിരി ബോധമുള്ള ആർക്കും മനസ്സിലാകും. എന്തായാലും ഇരട്ടി ലാഭം, ബാങ്ക് പലിശയേക്കാൾ ഉയർന്ന പലിശ, ഇടത്തും വലത്തും ആളെ കയറ്റിയാൽ റഫറൽ ഇൻകം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴുന്ന മലയാളികളുടെ എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നത് നാണം കെടുത്തുന്ന കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.